ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ ബഹുമാന്യരായ എല്ലാ കേൾവിക്കാർക്കും നിങ്ങളുടെ വന്ദനത്തെ അറിയിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് നൽകിയത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ആരോഗ്യത്തോടും സൗഖ്യത്തോടും സമാധാനത്തോടും ഈ ഭൂമിയിൽ ആയിരിക്കാൻ കർത്താവിടെ ആക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ധന്യതയാണ്. സ്വസ്ഥതയും സമാധാനവും ദൈവത്തിൻ്റെ ദാനമാണ്. അതൊക്കെ അനുഭവിച്ച് മുന്നേറുവാൻ ദൈവം നമുക്ക് നൽകുന്ന നല്ല വസ്ത്രങ്ങൾ. തീർച്ചയായിട്ടും സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നവരാണ് ഭൂമിയിൽ ഏറ്റവും ഭാഗ്യവാന്മാർ. ആ നന്മയും അനുഗ്രഹവും വീണ്ടും നമുക്ക് അനുഭവിച്ച് മുന്നേറുവാൻ വലിയവനായ കർത്താവ് ഇടയാക്കട്ടെ. ഒരു യുദ്ധക്കപ്പൽ പരിചിതമില്ലാത്ത ഒരു വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു. ആ സമുദ്രപാതയിൽ അവർ മുമ്പ് കടന്നു പോയിട്ടില്ല. എന്നാൽ അവർക്ക് അതുവഴി കടന്നു പോകേണ്ടി വന്നു. പെട്ടെന്ന് ആ യുദ്ധക്കപ്പലിൻ്റെ ക്യാപ്റ്റൻ അവർക്കെതിരെ ഒരു കപ്പൽ വരുന്നു കണ്ടുകൊണ്ട് ഇവിടെ നിന്നൊരു സന്ദേശം അയച്ചു. നിങ്ങളുടെ കപ്പൽ 10 ഡിഗ്രി തെക്കോട്ട് മാറിപ്പോവുക. ഞങ്ങൾ നേരെ വരുന്നു, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വഴിമാറിപ്പോവുക. അല്പം കഴിഞ്ഞപ്പോൾ ഈ യുദ്ധക്കപ്പലിലേക്ക് ഒരു സന്ദേശം തിരിച്ചെത്തി. നിങ്ങളുടെ കപ്പൽ എത്രയും വേഗം 10 ഡിഗ്രി വടക്കോട്ട് മാറിപ്പോകണം. ഈ യുദ്ധക്കപ്പലിൻ്റെ ക്യാപ്റ്റന് ആകെ ദേഷ്യമായി. അദ്ദേഹം തിരിച്ചൊരു സന്ദേശം കൊടുത്തു. ഇതൊരു യുദ്ധക്കപ്പല, പടക്കപ്പല. പടക്കോപ്പുകൾ, യുദ്ധ സാമാനങ്ങളൊക്കെ ഞങ്ങളുടെ കപ്പലിനകത്തുണ്ട്. എൻ്റെ നിർദ്ദേശം കേട്ട് നിങ്ങൾ തെക്കോട്ട് 10 ഡിഗ്രി മാറുക. മാറിയില്ലെങ്കിൽ ഞാൻ തകർക്കും. എനിക്ക് ഇവിടെ ഒന്നിനും കുറവില്ല. എൻ്റെ വാക്കനുസരിക്കുക. ഈ സന്ദേശം ലഭിച്ച അവിടെ നിന്ന് വീണ്ടും ഒരു മറുപടി. എന്തു വന്നാലും ഞങ്ങൾക്ക് മാറാൻ കഴിയത്തില്ല. ഇത് ലൈറ്റ് ഹൗസാണ്. ഞങ്ങൾക്കിവിടെ നിന്നുകൊണ്ട് വഴി കാണിക്കാനേ പറ്റുകയുള്ളൂ. നിങ്ങൾ കരയോട് ഒത്തിരി ചേർന്നാണ് വരുന്നത്. ഈ പോക്ക് പോയാൽ നിങ്ങൾ തകരും. നിങ്ങൾ എത്രയും വേഗം 10 ഡിഗ്രി വടക്കോട്ട് മാറുക. അതായിരിക്കും സുരക്ഷയ്ക്ക് നല്ലത്. ഇനിയും ഈ യുദ്ധക്കപ്പലിൻ്റെ ക്യാപ്റ്റൻ മാറിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ചിന്തിക്കുക. വേദപുസ്തകം നമുക്ക് വഴി കാട്ടുന്നുണ്ട്, വെളിച്ചം പകരുന്നുണ്ട്, നടക്കേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് നമ്മുടെ വഴിയിലൂടെ പോകണമെന്നുള്ള ആഗ്രഹത്തോട് നമ്മളിങ്ങനെ പറയാറുണ്ട്, വചനം മാറ്, വചനത്തിൻ്റെ വ്യവസ്ഥകൾ മാറ്റ്. എനിക്ക് മാറാൻ പറ്റത്തില്ല, വചനം മാറ്റുക. നമ്മൾ വളരെ ഗൗരവത്തോട് ചിന്തിക്കണം. 119 സങ്കീർത്തനം, അതിനകത്ത് ഒരു വചനം ഇപ്രകാരം വായിക്കുന്നുണ്ട്. 89 വാക്യത്തിൽ, ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനത്തെ മാറ്റാൻ കഴിയത്തില്ല. മാറ്റാൻ കഴിയുന്നത് നമ്മുടെ ജീവിത രീതികളെയാണ്. അനുദിന ജീവിതത്തിൽ ഞാൻ പോകേണ്ടുന്ന വഴി, ആ വെളിച്ചം, ആ ലൈറ്റ് ഹൗസിൽ നിന്ന് വെളിച്ചം പകരുന്നത് പോലെ നിത്യജീവൻ്റെ വെളിച്ചം ഓരോ ദിവസവും ദൈവം എനിക്ക് തന്നുകൊണ്ടിരിക്കുക. ആ വെളിച്ചത്തിനനുസരിച്ച്, ആ നിർദ്ദേശമനുസരിച്ച് ഞാൻ എന്നെ മാറ്റിയാൽ എനിക്ക് ഉദ്ദിഷ്ട തുറമുഖത്ത് എത്തിച്ചേരാൻ കഴിയും. ഇല്ല എങ്കിൽ എൻ്റെ ജീവിത പടക് തകർന്നു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഇഷ്ടപ്രകാരം, ആ യുദ്ധക്കപ്പലിൻ്റെ ക്യാപ്റ്റൻ പറയുന്നത് പോലെ എൻ്റെ എല്ലാം ഉണ്ട്. ഇത് യുദ്ധക്കപ്പല. അതിൻ്റെ അഹങ്കാരത്തോടാണ് ഞാൻ പറയുന്നത്, സംസാരിക്കുന്നത്. എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് പ്രാപ്തിയുണ്ട്, എനിക്ക് കഴിവുണ്ട്, ധനമുണ്ട്, എനിക്ക് പലതുമുണ്ട്. അതുകൊണ്ട് ഞാൻ മാറത്തില്ല, ലൈറ്റ് ഹൗസ് മാറട്ടെ. ഇല്ല, നമുക്കിങ്ങനെ പറയാം. കർത്താവേ, ഞാൻ എത്ര ഉന്നതനാണെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും വചനം സ്ഥിരമാണ്. വചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് മാറാൻ എനിക്ക് കൃപ തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു വചനം ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. 119 സങ്കീർത്തനത്തിൻ്റെ 105 വാക്യം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നമ്മുടെ കണ്ണുകളടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ,
തിരുമുഖത്തേക്ക് നോക്കുവാനൊരുക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. അങ്ങയുടെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ജീവിപ്പാനുള്ള കൃപ കർത്താവെ ഞങ്ങൾക്ക് തന്നാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഞങ്ങൾക്ക് മാറ്റമുണ്ടാകുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തന്നാട്ട് ഈ വചനം കേട്ട മുഴുവൻ പ്രിയപ്പെട്ടവർക്കും അതിന് അവിടുന്ന് ഇടവരുത്തിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അപ്രകാരം ചെയ്തിരിക്കാൻ സ്തോത്രം, മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. വചനത്തെ മാറ്റാതെ നമുക്ക് ചേഞ്ച് ആകാം. അതാ നല്ലത്. ദൈവം ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.